welcome back to another video of Simru's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലൈയിങ് ഡൈനോസർ സ്റ്റീലിംഗ് ആണ്. സോ എന്താണ് അത് എന്നല്ലേ ദോണ്ട് കാണാം. ഞാൻ സ്നൈപ്പർ കാണിച്ചു തരാം. ഇവിടെ അതുകൊണ്ട് കാണുന്ന ഈ നീല കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ മേലിൽ ഒരു ഫ്ലൈയിങ് ഡൈനോസർ ഉണ്ട്. ആ ഫ്ലൈയിങ് ഡൈനോസറിനെ ഇന്ന് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. പോലീസ് സ്റ്റേഷനിലേക്ക് ഈസി ആയിട്ട് പോകാൻ നമുക്ക് ഈ ബൈക്ക് മതി. അപ്പോൾ ഞാൻ എൻ്റെ ട്രോൺ ബൈക്ക് എടുത്തിട്ടുണ്ട്, മിക്സ്ഡ് കളർ ട്രോൺ ബൈക്ക്. അപ്പോൾ നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിൽ പോവാതെ വേഗം ആ ഫ്ലൈയിങ് ഡൈനോസറിനെ നമുക്ക് രക്ഷിക്കണം. അവരറിയാണ്ട് വേണം നമ്മളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഫ്ലൈയിങ് ഡൈനോസർ ഉള്ളത്. അപ്പം നമുക്ക് നേരെ അകത്തേക്ക് പോവാം. എൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സാർ വിശേഷം? എന്താണ് ഇവിടെ? അയ്യോ സോറി സാർ, ഞാൻ അറിയാണ്ട് ടേബിൾ കയറിയിരുന്നേ. സാറേ എനിക്കൊന്ന് സെക്കൻഡ് ഫ്ലോറിൽ പോകണമെന്ന്. ആർക്കും അവിടെ ഒരു അനുവാദം ഇല്ല പോകാനായിട്ട്, പോലീസ് ഓഫീസേഴ്സ് അല്ലാണ്ട്. ആണോ സാറേ? പക്ഷെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസർ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഏത് പോലീസ് ഓഫീസർ സാറ്? അത് പിന്നെ ജെറി സാറില്ലേ ഇവിടുന്ന് റിട്ടയർ ആയിപ്പോയ? ഓ ജെറി സാറ് പറഞ്ഞിട്ടാണോ? എന്നാൽ പോയിക്കോ. ഓക്കെ സാറ്, താങ്ക് യു. അപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവസാനം സെക്കൻഡ് ഫ്ലോറിൽ കയറി ഫ്ലൈയിങ് ഡൈനോസറിനെ എടാ ഇവിടെ ഫ്ലൈയിങ് ഡൈനോസർ എന്താടാ? ഇനി അവിടെ വല്ലതും ഉണ്ടോടാ? ഇവിടെ ഫ്ലൈയിങ് ഡൈനോസർ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഇവിടെ ഫ്ലൈയിങ് ഡൈനോസർ ഒന്നും ഇല്ലടാ. അയ്യോ, അപ്പോൾ ഫ്ലൈയിങ് ഡൈനോസർ എടാ മുകളിൽ നിന്ന് എന്താണ് സൗണ്ട് കേൾക്കണേ? അപ്പം മുകളിലാണോ ഇവിടെ ഫ്ലൈയിങ് ഡൈനോസർ? ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അവർ പറ്റിച്ച് സെക്കൻഡ് ഫ്ലോറിലല്ല, നമ്മൾ മുകളിലാണ്. പോലീസ് സ്റ്റേഷൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഫ്ലൈയിങ് ഡൈനോസർ ഉള്ളത്. സാറേ എന്താടാ കണ്ടോ? എന്തായാലും ഒന്നും കണ്ടില്ല സാറേ, ചുമ്മാ കയറി നോക്കിയതാണ്. ഞാൻ പോട്ടെ സാറേ. ശരി. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് എസ്കേപ്പായി. നമുക്ക് എങ്ങനെയും നമ്മളുടെ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് കയറി എന്തായാലും വേണം. പക്ഷെ നമുക്കൊന്നുമില്ല. ഒരു ജെറ്റ് പാക്കൊക്കെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ, ജെറ്റ് പാക്കാണ് നല്ലതാണ്. അപ്പം നമുക്ക് ഒരാളുള്ളൂ, ജെറി. നമുക്ക് മിഷൻ ജെറി തരും. നമ്മളിത് ചെയ്താൽ നമുക്ക് ചോദിക്കുന്നത് എന്തോ അവൻ തരും. അപ്പം നമുക്ക് കുറച്ച് ഗൺസ്. അയ്യോ മോനെ, ഇതെന്നോട് ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ കാറിൻ്റെ മേലിലൊക്കെ കയറിയെന്ന്. ഇവനൊന്നൊരു ശ്രദ്ധയില്ലടാ. ബൈക്ക് ഒന്നും കാണുന്നില്ല. എന്തായാലും ആവട്ടെ. നമുക്കാണെങ്കിൽ ജെറിയുടെ അടുത്ത് പോകണം. ജെറിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഗൺസ്, നിങ്ങാനേലും ഒരു ആവശ്യം വന്നാലോ? എപ്പോൾ കാണിച്ചില്ല, എനിക്കാകെ സ്നൈപ്പർ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളതൊക്കെ വേറൊരാളുടെ, അയാൾക്ക് ഞാൻ തിരിച്ച് കൊടുത്തു അത്. അപ്പോൾ ഗൺസ് ഒന്നും വേണ്ട. നമുക്കെന്തിനാ ഗൺസ്? കൊല്ലലൊന്നും വേണ്ട. നമുക്കാണെങ്കിൽ ആ ഫ്ലൈയിങ് ഡൈനോസറിനെ വിട്ടാൽ പോരാ. ജെറിയുടെ കയ്യിലാണെങ്കിലും നമ്മളന്ന് ഹമ്മർ ട്രക്ക് റേസിന് അതെടുത്ത് വൈറ്റ് ഗ്യാങ്ങിനെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ ജെറിയുടെ ഈ ഹൗസാണ് ജെറിയുടെ. അപ്പോൾ ഇവിടെയാണ് ജെറി, ഈ വുഡൻ ഹൗസ്, കോഫി ബ്രൗൺ. അപ്പോൾ ആ ജെറ്റ് പാക്ക് നമുക്ക് ചോദിക്കാം. ജെറി വാതിൽ തുറക്കടാ, ഇത് ഞാനാണ് നിൻ്റെ ഫ്രണ്ട് ഫ്രാങ്ക്ലിൻ. തുറക്കടാ. കോളിംഗ് ബെൽ അടിച്ചിട്ട് വേണം എന്താ തുറക്കടാ. അപ്പോൾ ഫ്രണ്ട്സ് ജെറി പറഞ്ഞ് ഒന്ന് പോയി നോക്ക്, ആരോ അത് എടുത്തു എന്നൊക്കെയാണ്. ഞാൻ എന്തിനാ ബൈക്കിൽ കയറിയിരിക്കുന്നത്? വീണ്ടും എനിക്ക് വട്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ജെറ്റ് പാക്ക് എടുത്ത് പോവല്ലേ, ഇന്നെന്താ. അപ്പോൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടെന്ന് യെസ് ഫ്രണ്ട്സ്, അവിടെ ഉണ്ട്. അയാൾ കൊണ്ട് വെച്ചു. അപ്പം നമുക്ക് ഈ ജെറ്റ് പാക്ക് ഇട്ടിട്ട് വേഗം പോലീസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് പോവാവേ.
എന്നാൽ ഞാൻ പോട്ടെ, എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ ബിൽഡിംഗ് ആണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ മേലാണ് ഫ്ലൈയിങ് ഡിനോസർ ഉള്ളത്. നമുക്ക് നോക്കാം, അവിടെ ഫ്ലൈയിങ് ഡിനോസർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം ഫ്ലൈയിങ് ഡിനോസർ ഉണ്ടോയെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ദാ നമ്മുടെ ഫ്ലൈയിങ് ഡിനോസർ അങ്ങനെ സക്സസ്ഫുൾ നമ്മൾ ഫ്ലൈയിങ് ഡിനോസറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലൈ ആവുന്നൊന്ന് കാണിച്ചു തരാം. ഡിനോസറേ, അത് പറക്കടാ, പറന്നെല്ലാവർക്കും കാണിച്ച് കൊടുക്കടാ. കൊണ്ട് ഫ്രണ്ട്സ്, പറക്കുന്നു. ഓ വാവ്, ഐ എം സോ ഇംപ്രസ്ഡ്. ഇനി ഞാൻ ഒന്നോടെ പറത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഫ്ലൈയിങ് ഡിനോസർ നമ്മൾ എങ്ങനെയൊക്കെയോ മെഗാറാമിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എവിടെയൊക്കെ ബൈക്ക്. ഇനി നമ്മൾ ഇവനെ ഇവിടെ നിന്ന് ചാടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചാടുന്ന രംഗങ്ങൾ ഇനി കാണാം. ഓ എൻ്റെ പൊന്ന് ഫ്ലൈയിങ് ഡിനോസർ സാറേ, ഇത് വേഗം ചാടടാ. ഇവന് ഇച്ചിരി സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവായാലും എന്താ, ഫ്ലൈയിങ് അല്ലേ, ഫ്ലൈയിങ് he will fly. അപ്പോൾ ഫ്രണ്ട്സ് 3, 2, 1 ഓന്തോണ്ടേ അവൻ ഫ്ലൈ ആവുന്നുണ്ടാ. ആകാശത്തിൽ കൂടെ പറക്കുന്നു, ആകാശത്തിൽ കൂടെ എയർ വാക്ക് ചെയ്യുന്നു അല്ലേക്ക് എനിക്ക് വന്ന്. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ബൈ. Subscribe and like this video. Share this to anyone who likes Indian bikes driving 3D. So, bye bye. I begin to